ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ബീഫ് കറി വെക്കാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ദിവസം ബീഫ് മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോഴാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഒരാളെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേറെ കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. എനിക്ക് വ്യൂസൊന്നുമില്ല കേട്ടോ, ഒരു 10 പേരൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും ഇതൊന്നും ചെയ്ത് നോക്കണം. അവർ യൂട്യൂബുകാരുടെ വ്യൂസ് തരാത്തതാണ്. നമുക്കിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, എന്തോ ഒരു കുഴപ്പം. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു 10-25 ചെറിയ ഉള്ളിയും ഇതേപോലത്തെ ഈ സൈസ് ചെറിയ ഉള്ളിയും 3 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ബീഫിന് ഇത്രയൊക്കെ മതി. ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പം ആദ്യമായിട്ട് ബീഫൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബീഫ് കറി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം പൊടിയായിട്ട് അത്രത്തോളം പൊടിയായിട്ട് അരിയുന്നതാണ് കുറച്ച് ടേസ്റ്റ് കൂടുന്നത്. എന്നാലും നമ്മൾ കറിക്ക് അരിയുമ്പോൾ അറിയാമല്ലോ, അതേപോലെ കറിക്ക് അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണം. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി അതേ സ്പൂണിന് 3 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു അരപ്പൊക്കെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ കുക്കറിലോട്ട് മാറ്റുകയാണ്. ഈ ബീഫ് അരപ്പ് പുരട്ടി വെച്ചത് 1/2 റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. കുക്കറിൽ സ്റ്റൗവിലോട്ട് വെച്ച നമ്മളിനി 6 വിസിലടുപ്പിച്ച് ഓഫാക്കും. ഇതിന് 6 വിസിലാണ് ഞാൻ അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത് വിസിലടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി 6ാമത്തെ വിസിൽ പോകുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫാക്കാം. വിസിൽ താത്ത് ഇട്ട് ഇനി അവിടെ കിടന്ന് വേവും. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതിനകത്ത് എണ്ണ ഒഴിക്കും. എണ്ണ കട്ടിയായിപ്പോയി. ഇത്ര എണ്ണ മതിയാവും. ഇതിലേക്ക് നമ്മൾ ചതച്ച് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ ബീഫ് വെച്ചപ്പോഴത്തേക്ക് കുക്കറിലോട്ട് വെച്ചപ്പോൾ അരപ്പ് പുരട്ടിയപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെയും കുറച്ച് മാത്രം പേസ്റ്റ് ചേർത്താണ് അരപ്പ് പുരട്ടിയെടുത്തായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സ്റ്റൗ ഓണാക്കാൻ മൊബൈൽ ഓണാക്കാൻ മറന്നുപോയി ക്യാമറയെ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ട് അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് വെളുത്തുള്ളി ഉള്ളിയും സവാളയും കൂടെ അരിഞ്ഞത് പച്ചമുളക് കിടക്കുന്ന കാണാമല്ലേ, ഇത് അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞ് ഉള്ളിയിലോട്ട് ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു പകുതിയോളം വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന തക്കാളിയും കൂടെ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് ബീഫ് ഇവിടെ ഇപ്പോൾ വെന്ത് കിടക്കുകയാണ്. ഇനി ഇത് ഈ വഴറ്റിയെടുത്ത സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് വെള്ളം കൂടുതലല്ലേന്ന്. ഇത് വെള്ളം കൂടുതലില്ല, ഇതിനി വെന്ത് വറ്റി വരണം. ഇനി വീണ്ടും വെന്ത് വറ്റി വരണം. നമ്മൾ ഈ കുക്കറിൽ വെന്തത് അല്ല, ഇനി ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കൂടെ ഇളക്കി വരണം. ഇത് ഇനി അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഉപ്പ് ചേർത്തില്ല, നിങ്ങൾ കണ്ടതായിരിക്കും. ഉള്ളിയിലും കുക്കറിനകത്ത് ബീഫ് വെച്ചപ്പോഴും ഒന്നും ഉപ്പ് ചേർത്തില്ല. അത് ഉപ്പ് ചേർക്കാഞ്ഞത് മറന്നുപോയിട്ടൊന്നുമല്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഈ ഉപ്പ് എല്ലാത്തിലും കൂടെ കിടന്ന് വെന്ത് ചേരും. ഇനി ഇത് അടച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഇനി 2 ചേരുവകൾ ചേർക്കാനുണ്ട്. പിന്നെയും ഉണ്ട് ഓരോ കാര്യങ്ങൾ. ഇത് ഇപ്പം വെന്ത കണക്ക് തോന്നും. കുക്കറി നമ്മൾ വേവിച്ച് ഉള്ളിയിലും സവാളയൊക്കെ വഴറ്റി അതിൻ്റെ അകത്തിട്ട് വേവിച്ച് ഇനി ഇങ്ങനെ തുറന്നിട്ട് വേവിക്കാം. ഇതിൻ്റെ അകത്തിന് ചേർക്കാനുള്ളതൊക്കെ വഴിയെ ചേർക്കാം. കുരുമുളക് പൊടി ഒരു 1.5 സ്പൂണാണ് ഇടുന്നത്. ഗരം മസാല അതുപോലെ 1 സ്പൂൺ. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഇത് അടച്ച് വേവിക്കാനുണ്ടെന്ന്. ഇത് ഈ കുരുമുളകും മസാലയെല്ലാം ഇതിനകത്ത് പിടിച്ച് വരണ്ടേ. നമ്മൾ ആ കുക്കറിൽ നിന്ന് തട്ടിയപ്പം തന്നെ നല്ല വെള്ളം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇപ്പോൾ ഇത്രയും വെള്ളം വെന്ത് വറ്റി വന്നില്ല. ഇങ്ങനെ വേണം ബീഫ് വേവിക്കാൻ. ഇങ്ങനെ വേവിക്കണം. നമ്മൾ കഴുകുന്നതൊന്നും ഞാൻ കാണിച്ചില്ല, സമയം കളയണ്ടെന്ന് പറഞ്ഞത്. വെള്ളം നല്ല വെള്ളയാവുന്നത് വരെ ബീഫ് കഴുകണം. അപ്പോഴത്തേക്ക് ആദ്യമേ കഴുകുമ്പോഴത്തേക്ക് ആ ചുവന്ന കളറൊക്കെ പോയി വെള്ളം നല്ല വെള്ള കളറാവുന്നത് വരെ കഴുകിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട്, അത് വഴിയെ കാണിക്കാം. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കടു വറുക്കാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ കടുവൊന്നും ഇട്ടില്ല, അതെല്ലാവരും കണ്ടതാണല്ലേ. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് ചൂടായ എണ്ണയിലേക്ക് കടുവിട്ട് കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി തീരുന്നതനുസരിച്ച് നമുക്ക് ഉള്ളി മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് വറുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇതുപോലെ ആരെങ്കിലും കാണുന്നെങ്കിൽ 10 പേര് കാണുന്നെങ്കിൽ ഇത് ആരെങ്കിലും ഒരാളെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്രയും ടേസ്റ്റി ആയൊരു ബീഫ് കറി നിങ്ങളിതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല ഇവിടെ കയറിയാലും.